ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഇന്ന് നടക്കുകയാണ്. ഈ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ എന്തെല്ലാം അപശബ്ദങ്ങളാണ്, മുഹമ്മദോഫോബി എന്തെല്ലാണ് പറയുന്നത്. ഒരു ഹലാല് വാദം ഇവിടെ നടന്നില്ല, ഹലാലിൻ്റെ വാദം. അന്ന് ഞാൻ നിയമസഭയിൽ പോയിരുന്നു. അന്ന് കൊടിയേരി സഖാവ് എന്നോട് ചോദിച്ചു ഹലാൽ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുവദീയം. ഓ ഇതാ ഇതിൻ്റെ അർത്ഥം. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഹറാമ്. ഇതിനാ വിവാദം ഉണ്ടാക്കണേ. അന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഹലാൽ എന്താന്ന് മനസ്സാക്കൂല, ത്വലാഖ് എന്താന്ന് മനസ്സാക്കൂല, ജിഹാദ് എന്താന്ന് മനസ്സാക്കൂല, ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ആരാന്ന് മനസ്സാക്കൂല. എന്നിട്ട് തോരാതെ എന്ത് കാള പറ്റൂ അങ്ങ് കേൾക്കുമ്പോഴേ കണ്ട് കയറെടുക്കുക. കാള പ്രസവിക്കൂല എന്ന് ആലോചിച്ചിട്ടല്ലേ പെറ്റൂന്ന് മാത്രം കേട്ടാൽ പോരല്ലോ. എന്ത് കേൾക്കണ്ടേ, ആരാണ് എന്ന് മനസ്സാക്കേണ്ടതില്ലേ. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, 23 വർഷക്കാല ജീവിതം ഇവിടെ വ്യക്തമായ തുറന്ന പാഠപുസ്തകമല്ലേ. ആ പുസ്തകം നിങ്ങൾ വസ്തുനിഷ്ഠമായി ഒന്ന് വായിക്കൂ, പഠിക്കൂ, ചരിത്രമൊന്ന് വായിക്കൂ, പഠിക്കൂ. ആ വരികൾക്കിടയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു വിഭാഗ്യതയോ ഒരു തീവ്രവാദമോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അവിടെ നിന്ന് പറഞ്ഞത് പരിഹസിച്ചവരും പുച്ഛിച്ചവരും മുഴുവൻ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ? എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട്. എന്തിനാ പരിഹാരമില്ലാത്തത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടലുണ്ടിൽ അസ്സലാമു അലൈക്കും ജുമാക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ സലാം വീട്ടി നോക്കുമ്പോൾ ഒരു 10-250 മൊയ്ലിയന്മാർ ഒന്നായിട്ട് കാണുന്നു. അപ്പോൾ നോക്കുമ്പോൾ ജാമിയ സായദിയിൽ നിന്ന് വന്ന മൊയ്ലിയന്മാരാണ്. എന്ത് ചെയ്യാൻ പറ്റൂ? വെള്ളിയാഴ്ച ജുമാക്കാണ്. ഈ 250 ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ പെട്ടെന്ന്? അത്ര വലിയ റെസ്റ്റോറൻറ്റ് കടലുണ്ടിയിലുണ്ടോ? ഒരു കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കാൻ കഴിയുമോ? പന്തലിടാൻ കഴിയുമോ? വലിയൊരു പ്രതിസന്ധിയല്ലേ. അങ്ങനെ ഒരു നാട്ടിലൊരു ടീം വന്നാൽ അവരെ ഭക്ഷണം കൊടുക്കൽ നാട്ടുകാരുടെ മര്യാദയാണ്, അത് നാടിൻ്റെ ബാധ്യതയാണ്. അപ്പോഴെനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർമ്മ വന്നത്. പെട്ടെന്ന് ജുമാൻ്റെ ശേഷം എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത പണി എന്ത് ആലോചിച്ചു. അപ്പോൾ 400-ലേറെ മുഹാജിരിങ്ങൾ മക്കയിൽ വന്നു. ഇന്ന് തവളപ്പാറയിലും അതുപോലെ മറ്റ് ചൂരൽമലയിലും അതുപോലെ എവിടെല്ലാം നോക്കി സുനാമി വന്നപ്പോൾ ലോകത്ത് മുഴുവനും അഭയാർത്ഥികളല്ലേ വിഷമാകുന്നത്, പ്രയാസാകുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിന് പരിഹാരമില്ലാത്തൊന്നും ഉണ്ടാവൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 400 മുഹാജിരിങ്ങൾ മക്കയിൽ നിന്ന് വന്നപ്പോൾ മദീനക്കൊരൊറ്റ വാക്ക്, ഏതെങ്കിലും വീട്ടിൽ 2 പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമുണ്ടെങ്കിൽ അവർ 3-മതൊരാളെയും കൂടി കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത് പട്ടിണി മാറ്റട്ടെ എന്നങ്ങ് പറഞ്ഞു. ഇതേ ആശയം പെട്ടെന്ന് ഓർമ്മ വന്നു. മുആഖാത്ത്, ഫ്രണ്ട്ഷിപ്പ്. കള്ളുജുമാൻ്റെ ശേഷം പറഞ്ഞു ഇന്ന് നമുക്ക് അതിഥികളുണ്ട്, എല്ലാവരും വീട്ടിലേക്ക് 1-2 മുതഅല്ലിമീങ്ങളെ കൊണ്ടുപോകണം. മാഷാ അല്ലാഹ് എല്ലാവരും ആ ഉലമാക്കളേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരാണെങ്കിലോ വിശന്ന അവശരാണ്, ഭക്ഷണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാകുമല്ലോ. അപ്പോൾ അവരൊക്കെ നന്നായി അങ്ങ് ദ്വാരന്ന് കൊടുത്തപ്പോൾ ഒട്ടുമിക്ക വീട്ടുകാരും നല്ല ഹദീം അവർക്ക് കൊടുത്തു. അപ്പം അവർക്ക് എത്ര സന്തോഷമായി. ഇങ്ങനെ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ സൈക്കോളജി എന്ന അഷ്റഫുൽ ഖൽഖ് സ്വാങ്ങളുടെ സൈക്കോളജി, ഇവിടുത്തെ സൈക്കോളജിയൊക്കെ കേട്ടാൽ ചിരി വരില്ലേ. ഒരാൾക്ക് 10 കോടി ലോട്ടറി അടിച്ചു, അയാൾ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ എങ്ങനെയാ പടച്ചോൻ ഇയാളോട് പറയാ? ഇയാളെങ്ങാൻ അതുകൊണ്ട് ഹാർട്ട് പേഷ്യൻ്റ്, ഷുഗർ, പ്രഷറൊക്കെ കൂടുതൽ ആൾ പെട്ടെന്ന് ചിലപ്പോൾ എന്തായി പോലെ അറ്റക്കായി പോലെ. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നല്ല സൈക്കോളജിസ്റ്റ് വിളിക്കുക. എന്നിട്ട് സൈക്കോളജിസ്റ്റ് തന്ത്രപൂർവ്വം സൈക്കോളജിക്കലായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഒരാൾ സൈക്കോളജിസ്റ്റ് ഏറ്റിട്ട് അയാൾ പറഞ്ഞു അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്കൊരു 10 കോടി റുപ്യ ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്താകും? അപ്പം അദ്ദേഹം പറഞ്ഞു 5 കോടി നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞു. അപ്പം ഈ സൈക്കോളജി അറ്റക്കായിട്ട് അയാൾ വരിച്ചു. ഇയാളെ സൈക്കോളജി ഇതാ. ഇത് സൈക്കോളജി പഠിപ്പിക്കുന്ന, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇയാൾ ഒരിക്കലും 5 കോടി കിട്ടും ഇയാൾ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ്. എന്നാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈക്കോളജി നിങ്ങൾ കണ്ടാലൊന്നും മനസ്സിലാക്കണം. എത്ര രംഗത്ത് 23 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ദീനീ പ്രബോധനം ചെയ്തില്ലേ? ദീനീ പ്രബോധനം ചെയ്തിട്ട് ലോകത്തിന്ന് ഇത്രയും കാലങ്ങൾക്കിടയിൽ 800 കോടി ജനങ്ങളിൽ ഒരാളെ റോൾ മോഡൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്നു, പറയൂ, യു ഫോളോ ഹിം, യു ഫോളോ മീ, എന്നെ അനുഗിതാപനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു അറിയുന്നുണ്ടോ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ കേവലം 23 വർഷങ്ങളെ കൊണ്ട് 1,24,000 പരം റോൾ മോഡലുകളല്ലേ. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഒന്നല്ല രണ്ടല്ല, ആ ചരിത്രങ്ങൾ ഇന്നും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നില്ലേ? എന്തേ കാരണം? അവിടുത്തെ സൈക്കോളജി ആയിരുന്നു. ഒരു സംഭവം പറയാം. ഒരു വലിയ സദസ്സ്, ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സ്വഹാബി വന്നിട്ട് പരസ്യമായി ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദിച്ചു. എന്താ കാട്ടുക? പോടുന്നു അടിക്കുക, ചീത്ത പറയുക, ഇതൊക്കെയല്ലേ നമ്മുടെ ഇന്നത്തെ തീറ്റി മറ്റേടൊക്കെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലങ്ങൾക്കിടയിൽ 1,24,000 പരം റോൾ മോഡലുകളെ വാർത്തെടുക്കുമ്പോൾ ഒരാളെപ്പോലും അടിച്ചിട്ടില്ല, ഒരാളെപ്പോലും അടിച്ചിട്ടില്ല, ഒരാളെ പോലും ചീത്ത വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അവിടുത്തെ സൈക്കോളജി ആയിരുന്നു. എന്താ? അപ്പോൾ ഈ സ്വഹാബി ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യം ചോദിച്ചു, വളരെ മോശമായ ഒരു സെക്സ് ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ചോദ്യം. അപ്പം പ്രവാചക തിരുമേനി ആ മുഖഭാവം അങ്ങ് മാറി. അതിനാദ്യം എപ്പോഴും മുഖപ്രസന്നതയോടെ സമീപിക്കണം. പ്രവാചക തിരുമേനി സ്വദാസങ്ങളുടെ ശൈലി അങ്ങനെയാണ്. ആ ഭാര്യമാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും കൂട്ടുകുടുംബത്തോടാണെങ്കിലും പരിചയമുള്ളവരോടാണെങ്കിലും പരിചയമില്ലാത്തവരോടാണെങ്കിലും അപാരമായ മുഖപ്രസന്നത, പ്രസരിപ്പ്, അത് തന്നെ വല്ലാത്ത ആകർഷണീയമായ ശൈലിയാണ്, വല്ലാത്ത ബന്ധം. ആ ഒരൊറ്റ സമീപനം പോലെ മഹാനായ ഹബീബ് ഉമർ തങ്ങൾ, നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ നിമിഷ പ്രിയയുടെ വിഷയത്തിൽ. ഹബീബ് ഉമർ തങ്ങൾ ആദ്യം വന്നത് മഅദിയിലാണല്ലോ. അവിടെ എല്ലാ വർഷവും വർഷാവസാനം വർഷാദ്യം അഥവാ ദുൽഹജ്ജ് 28, 29, മുഹറം 1 തീയതികളിൽ ലോക പണ്ഡിതന്മാർ വരുന്ന മുൽത്തഖദ്വാത്തുണ്ടാവും. പല വർഷങ്ങളും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് ദേവകൾ എങ്ങനെയാണെന്നാ ഞാനും ആയതിനുണ്ടാക്കിയും 35,000 കുട്ടികളും 250 ഏക്കർ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ യൂറോപ്പിൽ നിന്നൊരു പണ്ഡിതൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അത്തഖല്ലുഖ് ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അത്ഭുതപ്പെട്ടൊരു ക്ലാസ്സാണ്. ഒന്നും വേണ്ട, 1 സെന്റ് ഭൂമിയും വേണ്ട, ഒരു പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, കോളേജും വേണ്ട, ബുക്കും വേണ്ട, സെമിനാറും വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിമീങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ മതി, അത്തഖല്ലുഖ് ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ഒന്ന് പകർത്താൻ. അപ്പോൾ ഇത് കൽബ്, അതെങ്ങനെ റബ്ബേ കഴിയോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഇമാമിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമ്, അദ്ദേഹത്തിൻ്റെ പണി നിസ്കാരം, സുബഹിസ്കാരം കഴിഞ്ഞാൽ റോഡ് സൈഡ് വന്നിട്ട് വരുന്നവർക്ക് മുഴുവൻ ചിരിച്ചു കൊടുക്കലാണ്. അപ്പം അതിലൊരു സയൻറ്റിസ്റ്റ്, യൂറോപ്പിലെ ധാരാളം സയൻറ്റിസ്റ്റും മറ്റൊക്കെ ഉള്ള ആളോ, റോഡ് മോർണിംഗ് വാക്ക് നടത്തും. അപ്പോൾ ഇങ്ങനെ ഇയാൾ ചിരിക്കും. ഇയാൾ ധിക്കാര ഭാവത്തോട് നോക്കി, ഇയാൾ എന്തിനായിരിക്കും ചിരിക്കണ്? നമ്മൾ ചിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കുമല്ലോ അപ്പോഴാൾ ചിരിക്കുക, കിട്ടാൻ ആ ചിരി ഉണ്ടാകുമല്ലോ. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാളെ കയറി, നിങ്ങൾക്ക് എന്താ ആവശ്യം നിങ്ങൾ ചോദിക്കുക, മാം ഞാൻ തരാലോ. അപ്പം അയാൾ പറഞ്ഞു, അതിനൊന്നുമല്ല ചിരിക്കുന്നത്, എൻ്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചാണ്, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും എല്ലാവർക്കും ചിരിച്ച് കൊടുക്കിയതങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പ്രവാചക തിരുമേനിയെ കുറിച്ചൊന്ന് പഠിക്കണം എന്നായി, ഒരു ബുക്ക് കൊടുത്തു. അത് കുറച്ചുകൂടി പഠിച്ചപ്പോൾ കുറേയും കൂടി ഒന്ന് പഠിക്കണം എന്നായി. നന്നായി അങ്ങ് പഠിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വരുന്ന എവിടെയെന്നറിയോ? യൂറോപ്യൻ യൂണിയനിലാണ്. അവിടെ ചെല്ലുമ്പോൾ നേരെ അത്ഭുതപ്പെടൂലേ? യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കുട്ടികൾ പോകുന്നുണ്ടാവൂലേ യൂറോപ്പിലേക്ക്? എത്രയാണ് അവിടെയൊക്കെ നടക്കുന്ന ജുമാകൾ, എത്രയാണ് പള്ളികൾ? മലയാള ഭാഷക്ക് ആദ്യ ഡിക്ഷണറി ഇറങ്ങിയ ഹെർമൻ ഗുണ്ടർട്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ആദ്യമായി കേരളത്തിൽ സ്കൂൾ എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട് എന്നല്ലേ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 4ാം തലമുറയിൽപ്പെട്ട ക്രിസ്റ്റഫറിൻ്റെ വീട്ടിൽ വന്നിരുന്നു, താമസിച്ചിരുന്നു. എന്തിനാണ് ആ പഠിക്കുന്ന ശൈലി? കേരളത്തിൽ ദീനി പ്രബോധനം നടത്തിയ ബുഖാരി സാദാത്തുക്കളാണ്. ബുഖാരി സാദാത്തുക്കളെ കുറിച്ച് പഠിക്കാൻ
അന്ന് എന്നോട് അന്ന് ഞാൻ നോളജ് കണ്ട് പോകുന്ന കാല മൂത്ത പങ്കണ്ടല്ലോ അഹ്മദ് കബീർ തങ്ങൾ ചോദിച്ചു, അവിടെ ജർമ്മനിൽ ഇതുണ്ടോ, മക്ബറുണ്ടോ എന്ന് വെച്ചു. എൻ്റെ മുഖത്തൊരു യാതി ജാള്യത വന്നു. പറഞ്ഞു, അന്ന് അദ്ദേഹം മകനെ 9ാം ക്ലാസ് പഠിക്കും, എൻ്റെ ചെറുപ്പത്തിൽ ഒരൊറ്റ മക്ബർ ഇല്ലായിരുന്നു, മുസ്ലിമും ഇല്ലായിരുന്നു. ഇപ്പം 10% മുസ്ലിംസ് ഉണ്ട്. 2050 ആകുമ്പോഴേക്ക് 50% മുസ്ലിമാകും. ഞാൻ കരുതി, ഞാൻ ഞാൻ അതിഥിയാണല്ലോ, അദ്ദേഹം എൻ്റെ അതിഥിയാണല്ലോ. മാഷാ അല്ലാ, ഞാൻ ജർമ്മനിൽ പോയതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പവർഫുള്ളായ ഇൻവിറ്റേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് ഇസ്ലാമിൻ്റെ വളർച്ച, അപ്പോഴൊക്കെ നമ്മൾ ആ മുത്തുനബിയുടെ ആ ചിരി. അപ്പോൾ അല്ലാഹു റസൂൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം. കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറ തബസ്സുമാ, എപ്പോഴും പുഞ്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ചിരി അങ്ങ് അസ്തമിച്ചോട് ആ സ്വഹാബി ആകെ ബേജാറായി. മനസ്സാകെ അത് മതിയല്ലോ, ചിരിക്കുന്ന ഒരാൾ ചിരിക്കാതിരുന്ന ആ സ്വഹാബി സാഹസിൻ്റെ വേക്ക് പോയി. പിന്നെ ആരോ കൊണ്ടുവന്ന് പാല് കൊണ്ടേ കൊടുത്ത്, പാല് കുടിച്ച് കുറച്ചവിടെ വെച്ചിട്ട് അള്ളാഹു അയിന ഉസൈദ് ഇബ്നു ഹുദൈർ, അയിന ഉസൈദ് ഇബ്നു, അയാളെ വിളിച്ചിട്ട് ആ പാലങ്ങ് കൊടുത്തു. അപ്പൊ ആ ചിരി അങ്ങ് മാറലോടുകൂടെ ആ സ്വഹാബിക്ക് വല്ലാത്തൊരു പരിവർത്തനായി. പിന്നെ ആ സ്വഹാബി ഡിപ്രഷൻ ആകും. ആ ഡിപ്രഷൻ ഇല്ലായ്മ ചെയ്യാനാണ് ഏത് കൊടുക്കുന്നത്, ആ പാല് വിളിച്ചു കൊടുക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്ര സംഭവങ്ങൾ. മഹാനായ ഇമാം ബൈലാവി റളിയല്ലാഹു തആല തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, അവരുടെ കൂടെ ചേരുമ്പോൾ അത് അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടേതും സ്വീകരിക്കാൻ കഴിയും. അവിടെയാണ് തവസ്സുല്. പ്രത്യേകിച്ച് റബീഉൽ ആഖിർ മാസം ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആളം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കുന്ന മാസം. ആരാണ് ഗൗസുൽ ആളം തങ്ങളെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഗൗസുൽ ആളം തങ്ങളുടെ കാലത്ത് ഒരു മുസ്ലിമായ മനുഷ്യനും ക്രിസ്ത്യാനിയായ മനുഷ്യനും സംവാദം നടക്കുകയാണ്, ഡിബേറ്റ് നടക്കുകയാണ്. ചർച്ചാ വിഷയം മനിൽ അഫ്ളൽ, ഈ ലോകത്ത് അത്യുത്തമർ ആര് എന്നാണ്. മുസ്ലിമായ മനുഷ്യൻ ഞങ്ങളുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയുന്നു. ക്രിസ്ത്യാനിയായ മനുഷ്യനാവട്ടെ ഞങ്ങളുടെ യേശുവാണ് അഥവാ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളാണെന്ന് വാശി പിടിച്ച് ഉദ്ഘോഷിക്കുന്നു. ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുന്നു, എനിക്ക് വാദത്തിന് തെളിവായി ഉദ്ധരിക്കാനുള്ളത് എൻ്റെ ബൈബിളിൻ്റെ പഴയ നിയമം അല്ല, പുതിയ നിയമം അല്ല, നിങ്ങളുടെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിക്കും, ഞങ്ങളുടെ പ്രവാചകൻ ഈശയാണ് ഏറ്റവും അത്യുത്തമർ. നിങ്ങളുടെ ഖുർആനിലില്ലേ യുഹ്യിൽ മൗത, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് മൗത എന്ന പദം മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഫഅലാലി വസ്ഫിൻ ഖാഖതീലിൻ വസമിൻ വഹാലികും വമയ്യിതും ബിഹി ഖമിൻ. ജരീഹിന്റെ ബഹുവചനം ജർഹ എന്നാണ്, മരീലിൻ്റെത് മർല എന്നാണ്, ഖതീലിൻ്റെത് ഖത്ല എന്നാണ്. മയ്യത്തിൻ്റെ ബഹുവചനാണ് മൗത എന്നാണ്. മരിച്ച ധാരാളം ആളുകളെ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഹയാത്താക്കാർ ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച വല്ലവരെയും ഹയാത്താക്കിയ വല്ല സംഭവം ഖുർആനിലുണ്ടോ എന്നാണ് ക്രിസ്ത്യാനിയുടെ വെല്ലുവിളി. ഇവിടെ മുസ്ലിമായ മനുഷ്യൻ പതറുകയാണ്, ഇടറുകയാണ്, പ്രതികരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. കേട്ടിരിക്കുന്ന മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആളം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിഷയത്തിൽ ഏർപ്പെടുന്നു. മഹാനങ്ങൾ ചോദിക്കുന്നു, തഫ്രീജുൽ ഖാത്തിറിൽ കാണാം, സുഹൃത്തെ നിന്റെ ആവശ്യം സത്യാന്വേഷണമാണോ അല്ല കേവലം സത്യാന്വേഷണമല്ലോ വാഗ്വാദമാണോ? ക്രിസ്ത്യാനിയ മനുഷ്യൻ പറഞ്ഞു, എനിക്കിങ്ങനെ വാശിയൊന്നുമില്ല, എനിക്ക് സത്യാന്വേഷണം മാത്രമാണ്. എന്നാൽ എന്നെക്കുറിച്ചൊക്കെ അറിയാം. ഔസുൽ പറയുന്നു, ഞാനൊരു നബിയല്ല, ഞാനൊരു സ്വഹാബിയല്ല, ഞാനൊരു താബിയല്ല, താബിയല്ല. കാരണം 470 മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആളം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു തങ്ങൾ ജനിക്കുന്നത്.
എന്നാൽ ഈ നിമിഷം ഞാൻ എൻ്റെ വാപ്പക്ക് ആനുണ്ടായിരുന്നു പറയുക, അല്ല വല്യാപ്പക്ക് ആനുണ്ടായിരുന്നു പറയുന്നതും നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആനപ്പുറത്ത് ഇവിടെ വരുന്നതും രണ്ടും സമാനാണോ? ഞാൻ ആനപ്പുറത്ത് ഇവിടെ വന്നാൽ പിന്നെ എൻ്റെ വാപ്പക്ക് ആനുണ്ടായിരുന്നു ഞാൻ പറയേണ്ടതില്ല. വല്യാപ്പക്ക് കടിയോ ഇല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. ഈ ബൾബിന് ഇത്ര വെളിച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി വോൾട്ടേജുള്ള ബൾബിന് എത്ര വെളിച്ചുണ്ടാകുമെന്ന് ആർക്കും സംശയിക്കൂലല്ലോ. അപ്പോൾ കൗസുൽ നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നീ പറയുന്ന നീ കാണിക്കുന്നൊരു ശവകുടീരം എത്ര നൂറ്റാണ്ട് മുമ്പ് മരിച്ചതാവട്ടെ, ഞാൻ നിനക്ക് ഹയാത്താക്കി തരാം. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ഷൻ കൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ ക്രിസ്ത്യാനി പറഞ്ഞു, അതെ ഞാൻ വിശ്വസിക്കാം. ഫാരിനി ഖബറൻ അതീക, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബർ എനിക്ക് കാണിച്ചു തരൂ. കാണിച്ചു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ഏ മനുഷ്യ, ഞാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അവിടുത്തെ സുന്നത്തുകൾ മുഴുവനും അനുധാവനം ചെയ്തവരാണ്. ഞാൻ ഇപ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ ദീന്റെ നിലനിൽപ്പിന്റെ സമയമാണ്. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഫൻഷഖൽ ഖബർ, ഖബറങ്ങ് പിളർപ്പായി. ഫഖാമ ഹയ്യ വഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഫസാറ അൻ-നസ്റാനിയ്യു മുസ്ലിമാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുകയും ആ നസ്രാനി മുഅ്മിനാവുകയും ചെയ്തു എന്ന് തഫ്രീദുൽ ഖാത്തിറിൽ കാണാം. ഇവിടെയാണ് ഗൗസുൽ ആദം തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. സാന്ദർഭികമായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 74 കൊല്ലമായി കടലുണ്ടിയിൽ മുഹിയുദ്ദീൻ റാത്തീബ് നടന്നു വരാൻ തുടങ്ങിയിട്ട്. വന്നിരായ ഉപ്പ തുടങ്ങി വെച്ച മജ്‌ലിസാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന മജ്‌ലിസാണ്. പക്ഷേ കഴിഞ്ഞ റാത്തീബിൻ്റെ പിറ്റേ ദിവസം ഒരു വലിയ സംഭവം, ഒരത്ഭുതം. ഞാനത് അങ്ങനെ ആംഗിളിലൂടെ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആദ്യം സുന്നിയായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സലഫി മസ്ജിദിൻ്റെ കോംപ്ലക്സിൽ ഒരു സെയിൽസ്മാനായി. ആദ്യങ്ങളൊക്കെ പള്ളിയിൽ, തൊട്ടടുത്ത പള്ളി നിലക്ക് ജമാഅത്ത് കഴിഞ്ഞ് പോകാൻ തുടങ്ങി. പിന്നെ ജുമാക്ക് വേറെ മാർഗങ്ങളിലോ പോയി. അങ്ങനെ അവിടുത്തെ പ്രഭാഷണം കേട്ട് തെറ്റിദ്ധരിച്ചു, കഠിന സുന്നി വിരോധിയായി. അങ്ങനെ കഴിഞ്ഞ റാത്തീബിന് അദ്ദേഹം മുഹിയുദ്ദീൻ റാത്തീബിൽ എത്ര ഷിർക്കുണ്ട് എന്നറിയാൻ വേണ്ടി വന്നത് മാസ്കും ധരിച്ചിട്ടാണ് വന്നത്. മാസ്ക് ധരിക്കാൻ കാരണം കൊറോണ പേടിച്ചിട്ടല്ല. അദ്ദേഹം തന്നെ റാത്തീബ് കഴിഞ്ഞ് ശനിയാഴ്ച മഅ്ദിനിൽ വന്ന് എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം ഷിർക്കുകൾ എണ്ണാൻ വേണ്ടി വന്നതാ. അങ്ങനെയുള്ള ധരിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ അദ്ദേഹം എണ്ണാൻ തുടങ്ങി ഷിർക്കുകൾ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനൊരു ആംഗിളിലൂടെ ഞാൻ അന്നാണ് സത്യമായിട്ട് ഞാൻ ആ ചിന്ത വന്നത്. റാത്തീബിലെ ദിക്റുകൾ മുഴുവൻ അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ ഹയാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അങ്ങനെ ഓരോ ദിക്റുകളും 111 തവണ ചൊല്ലുന്നു. ഒന്നിൽ പോലും ഷിർക്കിന്റെ ലാഞ്ചന കാണാൻ കഴിയുന്നില്ല. അവിടെ ഒരു ഇസ്തിഗാസയും കാണാൻ കഴിയുന്നില്ല, ഒരു തവസ്സുലും കാണാൻ കഴിയുന്നില്ല. അതങ്ങ് അദ്ദേഹം വല്ലാതെ ചിന്തിപ്പിച്ചു. റാത്തീബ് കഴിഞ്ഞ് ശനിയാഴ്ച അദ്ദേഹം അതിൽ വന്ന് പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്, ഞാൻ ആ പ്രസ്ഥാനം ഇതാ വലിച്ചെറിയുന്നു. നിങ്ങളെ ഞാൻ പലപ്പോഴും ഈബത്ത് പറഞ്ഞിട്ട് തെറി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണമെന്ന്. നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കുന്നത് എന്തെല്ലാമോ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതുപോലെ മഅ്ദിൻ നോളേജ് ഹണ്ട് നടത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങളുടെ അമ്പിയാക്കളുടെ സിയാറത്തുകൾ പലപ്പോഴും ആ സിയാറത്ത് വേളയിൽ ഒരു പുരോഗമനവാദി അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പലപ്പോഴും
അങ്ങനെ പല അഭ്യസ്ത വിദ്യരും വരാറുണ്ട്. അങ്ങനെ ഒരു പുരോഗമനവാദി ആദ്യകാലങ്ങളിലൊക്കെ ദുആ മജ്ലിസിൽ മാറി നിൽക്കും, ദൂരം നിന്ന് വീക്ഷിക്കും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറേ 3-4 ദിവസം കഴിഞ്ഞ ശേഷം, ഞാൻ നിങ്ങളെ ദുആ അങ്ങനെ കുറേ വീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ അള്ളാനോട് പറയില്ല എന്നാ ഞങ്ങളൊക്കെ ഇതുവരെ കേട്ടതും വിശ്വസിച്ചും ഞങ്ങളെ പഠിപ്പിച്ചും. ഇപ്പം നിങ്ങൾ പറയുന്ന ഒക്കെ അള്ളാനോടാണല്ലോ, അള്ളാനോടല്ലാതെ പറയുന്നത് ഞങ്ങൾ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെല്ലാ വേദിയിലും പറയണം കേട്ടോ, ഞങ്ങൾ അള്ളാനോട് മാത്രമാണ് പറയുന്നത് എന്ന്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹുൽ വിശ്വസിക്കുന്ന പോലെ, അള്ളാഹുൽ അംഗീകരിക്കുന്ന പോലെ ലോകത്താരാണ് ഇവിടെ അള്ളാഹുൽ വിശ്വസിക്കുന്നത്? അള്ളാഹുന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അള്ളാഹുന്റെ അടിമകൾ, ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകർ, ഭരണാധികാരികൾ, പലർക്കും അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വയറുവേദന വരുമ്പോ ഉമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കും. ഉമ്മ അള്ളാണെന്ന് അതിൻ്റെ അർത്ഥമില്ല. അങ്ങനെ പറയാത്തൊരു ലോകത്താരാളുള്ളത്? ഉമ്മ അള്ളാന്ന് അതിൻ്റെ അർത്ഥം. ഡോക്ടറെ നിങ്ങൾ മാറ്റിത്തരണമെന്ന് ഏത് രോഗിയും ഡോക്ടറോട് പറയും. അതിൻ്റെ അർത്ഥം ഡോക്ടറാണ് രോഗം മാറ്റി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സുന്നി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആരും വിശ്വസിക്കുന്നില്ല. അള്ളാഹു ഡോക്ടർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവുണ്ടെങ്കിൽ ഡോക്ടർക്ക് ശിഫയാക്കാൻ കഴിയും എന്നേ ഏത് സുന്നിയും വിശ്വസിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെയാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പാർട്ട് ടൈം തൊഴിലാളിക്കും ഫുൾ ടൈം തൊഴിലാളിക്കും ഓവർ ടൈം തൊഴിലാളിക്കും ഒരേ വേതനം കൊടുക്കാൻ പറ്റുമോ? പാർട്ട് ടൈം തൊഴിലാളിക്ക് 1000 രൂപ കൊടുക്കുന്നെങ്കിൽ ഫുൾ ടൈം തൊഴിലാളിക്ക് 1500-200 കൊടുക്കേണ്ടി വരും. ഓവർ ടൈം തൊഴിലാളിക്ക് 2000 അതിലേറെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനും നിങ്ങളും സദാസമയത്തും തെറ്റുകുറ്റങ്ങളിൽ നിറഞ്ഞ് ഹറാമുകൾ, തെറ്റുകൾ മാത്രം ചെയ്ത് എനിക്കും നിങ്ങൾക്കും നൽകുന്ന കഴിവാണോ? ജനിച്ചോടം തൊട്ട് മരണം വരെയും ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റങ്ങളും ചെയ്തിട്ടില്ലാത്ത അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുക? ഇത് പറയാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? അതാണ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ് ബിലാ ഹജ്ജിൻ വലാ ഹസ്റിൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾക്ക് അല്ലാഹു തആല ഹയാത്തിന് ശേഷവും ഹയാത്ത് കാലത്തും കണക്കും കയ്യുമില്ലാതെ കൊടുക്കും. ഗൗസുൽ ആലം തങ്ങൾ അല്ലാഹു തആല ധാരാളം കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചോദിക്കുന്നത്. ആയതുകൊണ്ട് നമുക്ക് ഗൗസുൽ ആലം തങ്ങളെ തവസ്സുലാക്കി, അമ്പിയാക്കളെ, ഔലിയാക്കളെ തവസ്സുലാക്കി. ഇതാണ് ഖുർആൻ നേരിട്ട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യഥാർത്ഥ വിശ്വാസമുണ്ടാവണം. 2 തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കണം. 3 തവസ്സുല് വേണം. 4ാമത് സർവസ്വം റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം. എന്നാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്കും വിജയികളാകാൻ കഴിയും. അല്ലാഹ് നീ ഞങ്ങളെ വിജയികൾപ്പെടുത്തണേ അല്ലാ, പരാജിതയിൽപ്പെടുത്തല്ല അല്ലാ. അപ്പോൾ കുട്ടികളെല്ലാവരും സഹസിൽ നിന്ന് ഫാത്തിഹ ദുആരക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. 3 കോടിയിലധികം സ്വലാത്ത് സമർപ്പിച്ചു എന്നാണ് പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ സഅദി ഉസ്താദ് പറയുന്നത്. ഈ നഗർ കുന്നുമൽ അഹമ്മദ് കുട്ടി ഹാജി മഹാനകളുടെ നാമധേയത്തിലാണ്. മഹാനകൾ വഫാത്തായത് റമദാനിലാണ്. മഹാനുള്ള ഭാര്യ ഫാത്തിമ ഹജ്ജുമ്മ എന്ന മഹദി റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ വഫാത്തായ അന്ന് തൊട്ട് എല്ലാ വർഷവും റബീഉൽ അവ്വൽ 10,000 സംബന്ധിക്കുന്ന മഅദിൻ സ്വലാത്തു നഗറിലെ ഭക്ഷണം ആ മഹദിയുടെ പേരിലാണ്. എല്ലാ റമദാനിലും നൽകുന്ന ഭക്ഷണത്തിലേക്ക് നല്ലൊരു വിഹിതം പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി ആ 2 പേരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരുടെ ഉമ്മ ഉപ്പ പ്രത്യേകിച്ച് കരുന്തിരുത്തി കല്ലറക്കൽ ബിച്ചിക്വാട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂടെ ഹജ്ജ് യാത്രയിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ്. ആ ബിച്ചിക്വാട്ടി ഹാജിയുടെയും അവരുടെ ഭാര്യയുടെയും അവരുടെ മക്കൾ അബ്ദുൾ റഷീദ് ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, അബ്ദുൾ റഹ്മാൻ ഹാജി തുടങ്ങി മരണപ്പെട്ട എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അഹമ്മദ് കുട്ടി ഹാജി അവരുടെ ഭാര്യ മക്കൾക്ക് നീ ഖൈറും ബറക്കത്ത് നൽകണേ അല്ലാ. ഇവിടെ ഫലാഹിൻ്റെ കാര്യത്തിൽ നന്നായി നടന്ന വ്യക്തിത്വമാണ് ജമാലുദ്ദീൻ ബാഖവി. റബ്ബി അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. മർഹൂം സൈദലവി ഹാജി മറക്കാൻ കഴിയില്ല. റബ്ബി അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ. കുഞ്ഞുമോൻ ഹാജി ഇന്ന് അവരുടെ ജേഷ്ഠ സഹോദരനാണ്. റബ്ബി അവരുടെ ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ ജ്യേഷ്ഠ സഹോദരനാണ്. കുഞ്ഞുമോൻ ജ്യേഷ്ഠനല്ലേ മറ്റ് ചാലിത്ത് സിയാർത്തിൽ മരിച്ചത്? ഇത് മാമാജി. റബ്ബെ അവരൊന്നും മറക്കാൻ കഴിയില്ല. അവരുടെയൊക്കെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. പ്രിയപ്പെട്ട കുഞ്ഞിക്കോയ ഹാജി വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. അവരുടെ ഭാര്യ എല്ലാ സുഖം നീ ഷെഫിയാക്കി കൊടുക്കണേ അല്ലാ. ഹംസ ഹാജി അല്ലാഹു തആല അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സുൽഫിൻ്റെ മകൻ ആക്കിഫ് എല്ലാം അവരുടെ പെൺമക്കൾ എല്ലാവരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹംസ ഹാജിയുടെ 2 ആൺമക്കൾ 3 പെൺമക്കൾ മരുമകൻ സുഖമില്ലാത്തതുണ്ട്. റബ്ബെ അതെല്ലാം നീ ഷിഫയാക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ നമുക്ക് ഐശ്വര്യമാണ് ഈ നാട്ടിൽ നിന്ന്. അൽഹംദുലില്ലാ ധാരാളം കുട്ടികളുമായി ദറസ് നടത്തുന്ന പ്രിയപ്പെട്ട ജിഫ്രി തങ്ങൾ അൽഹംദുലില്ലാ ചാവക്കാട് ദറസോടെ പറയാം പുത്തമ്പടപ്പ് അൽഹംദുലില്ലാ. ഞാൻ ആ മുത്തഅല്ലിമീങ്ങളെ അല്ലാഹു തആല ഇനിയും ധാരാളം മുത്തഅല്ലിമീങ്ങളെ വാർത്തിയെടുക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ, സലാമത്ത് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം മുത്തഅല്ലിമീങ്ങൾ ഉലമാക്കൾ മുമ്പത്തെ പോലെയല്ല ഇപ്പോഴെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. പ്രത്യേകിച്ച് മഅദിൽ നിങ്ങൾ വന്നു നോക്കിയാൽ കാണാം. മലയാളം സർവകലാശാലയിൽ ജർമ്മനിൽ പ്രൊഫസറായി 24-25 വയസ്സുകൊണ്ട് എന്നാ മഅദിൽ മുത്തവ്വല് പഠിക്കുക. ഇപ്പോൾ ഒരു കോളേജുകളിൽ ലെക്ചറാവണമെങ്കിൽ ഏത് സബ്ജക്റ്റിലാണെങ്കിലും, ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും പോയി അൽഹംദുലില്ലാ 2 പേർ ഇവിടുന്ന് ഡോക്ടറേറ്റ് എടുത്തു. 1 പേരെന്തേരി നൗഫൽ സാർ, പിന്നെ മലയാളത്തിൽ ഹനീനല്ലേ. അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ കുറേ വയസ്സാകേണ്ടി വരും. എന്നാൽ ഫോറിൻ ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വളരെ നല്ലതാണ്. സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിൽ ഇപ്പം നല്ല കഴിവുണ്ടായ നല്ല സ്കോപ്പാണ് ഇപ്പോഴും. കഴിഞ്ഞ തവണ ഹജ്ജിന് എൻ്റെ കൂടെ കർണാടക സ്പീക്കർ UT അബ്ദുൽ ഖാദർ സാഹിബ് അവർ 5 ഇഫ്തിഖാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ ഒരു 1000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൻ്റെ ഓണർ അദ്ദേഹത്തിന് ഇഫ്തിഖാർ ഫോൺ ചെയ്തിട്ട് ഖലീൽ തങ്ങളുണ്ട് എൻ്റെ കൂടെ, ഖലീൽ ബുഖാരി തങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഫോറിൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം അത് ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ളത്, ആരാ ഫോറിൻ ഭാഷ പഠിപ്പിക്കാൻ അങ്ങനെ ആളെ ഇവിടുന്ന് കിട്ടുകയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സ്പെയിൻ നാളെ കൊണ്ടുവന്നു, ഫ്രഞ്ച് നാളെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പം നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തു. ഇപ്പം 1500-ലേറെ ആളുകൾ സ്പാനിഷ് പഠിച്ചു. ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെല്ലാം സ്പാനിഷ് അക്കാദമി ഉണ്ടോ, ഏതെല്ലാം സ്ഥലം അവിടെ ഒക്കെയും സ്പാനിഷ് പഠിപ്പിക്കുന്നവർ മഴതിൻ്റെ സന്തതികളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ എന്നാ ഓരോ CV ഒക്കെ ഇങ്ങോട്ട് കൊടുത്തയക്കി. എനിക്ക് ഇപ്പം ഞാൻ ഒരു വെൽനസ് സെൻറ്റർ തുടങ്ങുന്നുണ്ട് സ്പിന്നിങ് മില്ലിൻ്റെ അടുത്ത്. $3000 ഒരു ദിവസത്തെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചാർജ്. 3 ലക്ഷം റുപ്യ ഒരു ദിവസത്തേക്ക്. ഫോറിനേഴ്സിനാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കുറേ ഫോറിനേഴ്സിനെ നോക്കാൻ ജർമ്മനും സ്പാനിഷും ഫ്രഞ്ചൊക്കെ അറിയുന്ന ആളുകളെ വേണം. അപ്പോൾ മുത്താലിമീങ്ങൾ അവരോടുകൂടെ തന്നെ അൽഹംദുലില്ലാ PhD മാത്രമല്ല, കഴിഞ്ഞ SYSൻ്റെ തൃശ്ശൂർ ജില്ല SYSൻ്റെ സ്റ്റേറ്റ് സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോൾ അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അതിൻ്റെ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും എക്സിബിഷൻ കാണാൻ വന്നിട്ടില്ല, നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, 60 ഫെല്ലോഷിപ്പിൽ ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്, ഒരു വലിയൊരു പ്രതിഭണ്ട് ഇവിടെ, ഞാനൊന്ന് കാണുന്നൊരു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി, ഉസ്താ ഞാൻ മഅദിൻ്റെ ഓഫ് ക്യാമ്പസ് താമരക്കുഴിയിൽ ഞാനിപ്പോൾ പഠിക്കുകയാണ്, ഞാൻ അടുത്തുള്ള പിറ്റത്തുള്ള മഅദിൻ മുത്തവല്ലിലേക്ക് വരാനിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഫെല്ലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സോപ്പും പെട്ടിയും മറ്റൊന്നും എല്ലാ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും സമ്മാനം കൊടുക്കൽ അതൊക്കെയാണ്. എന്നാൽ CK സഫീറിന് മോങ്ങത്തുകാരന് കിട്ടിയ ഫെല്ലോഷിപ്പ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജിൽ നിന്ന് 20 കോടി രൂപയാണ്. എത്രയാണ്? 20 കോടി രൂപയാണ് ഇപ്പോൾ ആര് ഫെല്ലോഷിപ്പ് വാങ്ങുന്നത്? മോങ്ങത്തുകാരനായ CK സഫീർ വാങ്ങുന്നത്. കാരക്കുന്ന് മൊഹ്സിൻ വാങ്ങണത്, എഹ്സാം വാങ്ങണത് അമേരിക്ക ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8 കോടി രൂപയാണ്. അപ്പോൾ ഇത്രയും നല്ല നല്ല പഠനം മഅദിൽ എത്ര കുട്ടികളാണ് JRF എന്ന് പറഞ്ഞാൽ മഅദിൽ പഠിച്ചുകൊണ്ടിരിക്കെ മാസം പ്രതി ബാങ്ക് അക്കൗണ്ടിലേക്ക് 45,000 രൂപ മാസം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് എത്ര കൊടുക്കൽ? 5000, 10000, 2000, 3000 ഒക്കെ. എന്നാൽ മഅദിൽ പഠിക്കുന്ന മുത്തവ്വൽ വിദ്യാർത്ഥികൾക്ക് മാസം പ്രതി 45,000 രൂപ JRF വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ തുടങ്ങിയ ധാരാളം ഫെല്ലോഷിപ്പുകൾ. അപ്പോൾ അതിനൊക്കെ പഠിക്കേണ്ട സമയത്ത് മറ്റ് ചിന്തകളൊന്നും പോകാതെ നന്നായി പഠിച്ചാൽ അൽഹംദുലില്ലാ മഅദിൽ വന്ന് നോക്കുക. മുത്തവ്വലിൽ അൽഹംദുലില്ലാ 600 കുട്ടികളാണ് ആദിനികളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാകൂല. അതിൽ പലരും PG കഴിഞ്ഞവരും JRFും അതുപോലെ PhDയും ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കൊക്കെ പഠിക്കാൻ അൽഹംദുലില്ലാ ദിക്ർ സ്വലാത്തുകളുടെ ശക്തി 1997 ജൂൺ 6 മഅദിൻ തുടങ്ങുമ്പോൾ 1 രൂപ ബാങ്ക് ബാലൻസ് ഇല്ല, 1 രൂപ ബാങ്ക് അക്കൗണ്ട് ഇല്ല. മറിച്ച് അവിടെ ബിഗ് സീറോ. പക്ഷേ ഞങ്ങൾ ദിക്ർ സ്വലാത്ത് അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ 250 ഏക്കറിലധികം ഭൂമിയിലായി 35,000-ഓളം കുട്ടികളായി മാറി. അൽഹംദുലില്ലാ 55 സ്ഥാപനങ്ങളായി. കേരളത്തിൽ ഉന്നത നിലവാരം റാങ്ക് ജേതാക്കൾ നൽകുന്ന പോളിടെക്നിക്, ഫാർമസി കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, MBA കോളേജ്, അതുപോലെ തന്നെ ITI, ഇങ്ങനെ സ്പാനിഷ് അക്കാദമി, ഫ്രഞ്ച് അക്കാദമി, സമൂഹത്തിൽ ഉപകരിക്കുന്ന ധാരാളം വലിയ, അതിലേറെ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു, സംസാരശേഷിയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, എത്രയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്? ഞാൻ സംഭവം കൂടി ഓർക്കുകയാണ്. 42 കൊല്ലം മുമ്പ് ദർസ് തുടങ്ങുമ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞത് 10-ലേറെ കുട്ടികളെ വേണ്ട എന്നാണ്. ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ വകുപ്പില്ല, കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ ആളില്ല, താമസിക്കാൻ ഇടമില്ല. അങ്ങനെ 10-14 കുട്ടികളുമായി ദർസ് തുടങ്ങി. ഞാൻ വ്യാഴാഴ്ച നാട്ടിൽ വന്ന് 11 കുട്ടികളെയും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഞാൻ ശനിയാഴ്ച ചെന്നപ്പം കേൾക്കുന്ന വാർത്തതാണ്. അന്ന് തീരുമാനിച്ചതാണ്, ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ദർസിൽ ഉണ്ടാക്കാൻ പാടില്ല, എല്ലാ മാസവും കുത്തുബിയത്തില്ല എന്ന്. അൽഹംദുലില്ലാ ഇപ്പം 33,000 35,000 കുട്ടികളായി.
അൽഹംദുലില്ലാ കൊറോണ സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു രോഗം ബാധിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ആത്മീയ ശക്തി, ഒരു ആത്മീയ കഴിവ് നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ അള്ളാഹുൽ മാത്രമേ വിശ്വസിക്കാൻ പാടൂ. അല്ലാത്തൊരാളും വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു ആണ് രോഗം നൽകുന്നവൻ, ശിഫയാക്കുന്നവൻ അള്ളാഹു ആണ്. ഡോക്ടർമാർക്ക് അല്ലാഹുതആല കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളേറെ കഴിവ് അല്ലാഹുതആല അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റിന് അല്ലാഹുതആല ശക്തി കൊടുത്തിട്ടുണ്ട്. സ്വലാത്തിൻ്റെ ശക്തി എല്ലാറ്റിലും വലിയ ശക്തിയാണ്. അപ്പോൾ ടാബ്ലറ്റ് വേണം, അതോടുകൂടെ തന്നെ സ്വലാത്ത് വേണം, അതുപോലെ തന്നെ സിയാറത്തുകൾ വേണം, സദഖകൾ വേണം. വഅലം അന്നൽ അദ്വിയത്തുൽ ഹിസ്ഫിയ്യ കദ്ദിക്രി വസ്വലാത്തി വതിലാവത്തിൽ ഖുർആൻ അസ്തഖു വഅൻഫഉ മിനൽ അദ്വിയത്തിൽ ഹിസ്സിയ്യ ലാകിൻ ബിശർത്തി തസ്ഫീഹിൻ നിയ്യ. മഹാനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ആത്മീയ ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. നമുക്ക് ഏറ്റവും ദുആ ചെയ്യേണ്ടതാണ് ഫലസ്തീനികളായ സഹോദരങ്ങൾ. എത്രമാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ പറയാൻ. 1948 മെയ് 15 ലോക ഭൂപടത്തിൽ 1948 മെയ് 15 ലോക ഭൂപടത്തിൽ ഇടം നേടിയൊരു കൊച്ചു രാജ്യമല്ലേ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള 22 മുസ്ലിം രാജ്യങ്ങളില്ലേ, 57 മുസ്ലിം രാജ്യങ്ങൾ ഇന്ന് ലോകത്തില്ലേ, ഇവിടെ 200 കോടി മുസ്ലിമീങ്ങളില്ലേ. എന്നിട്ടും ഇവിടെ എന്ത് നൽകുന്നു? എന്നാൽ ഈ ജൂതന്മാരുടെക്കാൾ 1000 മടങ്ങ് പവറുള്ള കുരിശുവാഹകരുടെ കയ്യിൽ ബൈത്തുൽ മുഖദ്ദസ് ഉള്ള ഒരു കാലമില്ലായിരുന്നു. ആ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാർ ക്രിസ്ത്യാനികളിൽ നിന്ന് കുരിശുവാഹകർ മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? എങ്ങനെയാണ് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അത് മോചിപ്പിച്ചത്? സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹുവിൻ്റെ ആയുധം എന്താണ്? നിങ്ങളതെല്ലാം നന്നായി ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്.